നമ്മൾ രാവിലെ തന്നെ നീച്ച് വന്നാൽ ഫസ്റ്റ് നമ്മൾ പോണത് എങ്ങോട്ടാണെന്ന് അറിയില്ലേ, നമ്മുടെ മുയൽ കുഞ്ഞുങ്ങളെ നോക്കാനും അതേപോലെ നമ്മുടെ ഡോഗ്സ് ഒക്കെ സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇവിടെ ഒരാളെ കണ്ടത്. അതായത് നമ്മുടെ റോസാണ്. ഇപ്പോൾ ആ റോസ് ഫ്ലവറിൽ നോക്ക്, ഒരു 2 കളർ 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. 2 വെറൈറ്റി മാത്രമല്ല, നോക്ക് 2 വെറൈറ്റി മിക്സ് ആയിട്ട് ഇതാ അതിൻ്റെ 2 ഷെയ്ഡും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്ലവർ ഇതാ അവിടെ വേറെയും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലവർ വിരിയാറുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിതാ ഇന്നലെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുള്ള ചപ്പൊക്കെ അത്യാവശ്യം ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ട് നോക്കുക. നമ്മൾ കെട്ടിക്കൊടുത്തിട്ട് നോക്കി ഇതാ ഈ ഒരു ലെവലിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ അവർ കഴിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഈ ഒരു കമ്പിയുടെ ഗ്യാപ്പിൽ കൂടെ താഴേക്കും പോയിട്ടുണ്ടാവും. എന്തായാലും അവർ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അടുത്തത് തരട്ടെ കഴിക്കാൻ. അപ്പം അത് ഫുള്ള് ഫിനിഷായ അവസ്ഥയിൽ നമുക്ക് അടുത്ത കുറച്ച് ചപ്പൂടി കെട്ടിക്കൊടുക്കാം. നമുക്ക് പുതിയത് തരാം കേട്ടോ. അപ്പോൾ ഈ കിടക്കുന്നത് നമ്മൾ ഇന്നലെ വൈകിട്ട് വെട്ടിക്കൊടുത്തിട്ടുള്ള ചപ്പാണ്. അപ്പോൾ അതൊക്കെ മുരിക്കിൻ്റെ ചപ്പാണേ. അപ്പോൾ ഇത് രാവിലെ ഇതിന് കുറച്ച് പൊട്ടിച്ച് നമുക്ക് അവർക്ക് കഴിക്കാൻ വേണ്ടി കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കമ്പൊക്കെ ഇടല്ലോ. അപ്പോൾ ആ കമ്പൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ഒരു ഈ രീതിയിലാട്ടോ നമ്മൾ കെട്ടിക്കൊടുക്കാറുള്ളത്. അവർക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ടോ അതേപോലെ എന്തെങ്കിലും ഡിസീസോ സിംറ്റംസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നത്. ചപ്പ് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാതെ ഇങ്ങനെ ചാടിയിട്ടൊക്കെ മേളിൽ ഇങ്ങനെ വലിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് വരാതെ ശ്രദ്ധിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കുറച്ച് ടൈറ്റായിട്ട് കെട്ടിയിട്ടുള്ളത്. വന്നല്ലോ. ഇത് മേലുള്ള ഒരു കമ്പിയിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അടിയത്തെ ഇലകൾ ഫുൾ അവരൊന്ന് കഴിച്ച് തീരുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ചുകൂടി ഇറക്കി കെട്ടിക്കൊടുക്കാം. അപ്പോൾ അത് ഫുൾ തന്നെ ഫിനിഷായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ കെട്ടിക്കൊടുത്ത ഒരു ചപ്പൊക്കെ ഇരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ അറിയില്ല കേട്ടോ, എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.